സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹപ്പെട്ട പ്രഭാതത്തിൽ ഈ തിരുവചനം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ആമുഖവചനം: ദേശത്തിൻ്റെ ശബ്ദത്തിൽ നിന്നും അധികം അനുഗ്രഹങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ആധാരമായിട്ട് ലേവ്യ പുസ്തകം 25-ന്റെ 3-4 വാക്യങ്ങൾ. വചനം ഇപ്രകാരം പറയുന്നു: 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം, ആവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബ്ബത്തായ യഹോവയുടെ ശബ്ബത്ത് ആചരിക്കണം. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. പ്രിയരെ, ഇസ്രായേൽ ഭക്തരായവർ വർഷം തോറും ഒരു മാസം കൂടാര പെരുന്നാൾ അല്ലെങ്കിൽ ഫലശേഖര പെരുന്നാൾ നടത്തിയിരുന്നു. തന്റെ നന്മ കൊണ്ട് വർഷത്തിൽ കിരീടം അണിയിച്ചും ദേശത്തിന് സമൃദ്ധി നൽകുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ആയിരുന്നു അത്. എന്നാൽ നിലത്തിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നുള്ള ഫലങ്ങളെ, കാണിക്കകൾ, പച്ചില കൂടാരങ്ങളിലെ ഒരാഴ്ചത്തെ ക്യാമ്പ്, പവിത്രമായ സ്മാരക ശുശ്രൂഷകൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകൾ, അന്യദേശക്കാരും ദരിദ്രരും ചേർന്നുള്ള ആഘോഷത്തിന്റെ ദിവസങ്ങളിൽ എല്ലാവരും ദൈവത്തിന് നന്ദി അർപ്പിക്കണമായി. ദൈവം തന്റെ ജനങ്ങൾക്ക് അവകാശം പങ്കിട്ട് നൽകിയതിന്റെ ഉദ്ദേശം ദേശത്തിന്റെ ഉടമാവകാശം സംബന്ധിച്ച് ശരിയായ തത്വങ്ങളെ അന്നത്തെ ജനങ്ങൾക്കും അവരുടെ പിൻവരും തലമുറകൾക്കും പഠിപ്പിച്ചു കൊടുക്കണമായിരുന്നു എന്നതായിരുന്നു. എന്നാൽ കനാദേശം മുഴുവൻ ജനങ്ങൾക്കായി ഭാഗിച്ചു നൽകിയെങ്കിലും വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകൾ എന്ന നിലയിൽ ലേവ്യയ്ക്ക് മാത്രം ദേശത്തിന്റെ അവകാശം ഇല്ലായിരുന്നു. ഒരുവൻ ഏതെങ്കിലും കാരണവശാൽ തന്റെ ഓഹരി കുറച്ച് കാലത്തേക്ക് വിറ്റാൽ മാറ്റക്കച്ചവടം ചെയ്യരുത്. അത് അവരുടെ മക്കളുടെ അവകാശത്തിൽ വരണമായിരുന്നു. അഥവാ മാറ്റക്കച്ചവടം ചെയ്താൽ ഏതവസരത്തിലും അതിനെ വീണ്ടെടുക്കുവാനുള്ള അവകാശം അധികാരം അവർക്കുണ്ടായിരുന്നു. കടങ്ങൾ 7 വർഷങ്ങളിൽ തീർത്ത് 50-ാം വർഷത്തിൽ, മഹോത്സവ വർഷത്തിൽ ഭൂസ്വത്തുകളെല്ലാം തന്നെ താൻ അത് ഉടമസ്ഥന് തിരികെ നൽകണമായിരുന്നു. അങ്ങനെ ഓരോ കുടുംബവും അവരവരുടെ സ്വത്തുക്കളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ധനത്തിന്റെ കാര്യത്തിലായാലും ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലായാലും അതിര് കടക്കാതെ സൂക്ഷിക്കണമായിരുന്നു. എന്നാൽ ദൈവം ദേശം തന്റെ ജനങ്ങൾക്ക് ഭാഗിച്ചു നൽകിയതിലൂടെ ഏദൻ വാസികളെ ഒരുപോലെ പരിപാലിക്കുന്നു. ഓരോ 7-ാം വർഷവും കൃഷിക്കാർ ജോലി ചെയ്യുക എന്നതായിരുന്നു. എന്നാൽ ദേശം തരിശായി കിടക്കുകയും തനിയെ വളർന്നു വരുന്നത് ഉണ്ടാകുന്നത് ദരിദ്രർ കൊടുക്കുകയും വേണമായിരുന്നു. അതുമൂലം പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകുല ചിന്തകളും അധ്വാന ഫലങ്ങളും കുറയുമായിരുന്നു. പ്രിയരെ, നാം ഇതുപോലെ ഇന്ന് ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഇന്നത്തെ ലോകത്തിന് ധനവിനിയോഗ കാര്യങ്ങളിൽ നടപ്പിലാക്കിയാൽ ജനങ്ങളുടെ അവസ്ഥയ്ക്കും മാറ്റം വരും. ഈ പ്രഭാതത്തിൽ ഇപ്രകാരമുള്ള ഒരു മാറ്റത്തിന് നമുക്ക് ഒരുങ്ങാം, മറ്റുള്ളവരെ സഹായിക്കാം. ദൈവകൽപ്പന പ്രമാണിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ എല്ലാവരെയും ദൈവം അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് കണ്ണുകളെ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ല സ്വർഗ്ഗപിതാവാം ദൈവമേ, അനുഗ്രഹപ്പെട്ട പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണേ പ്രതി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ വരുമ്പോൾ നിന്നെ ആശ്രയിച്ചിരുന്നു. കർത്താവെ, നിന്റെ പ്രമാണങ്ങൾ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് ഒരുക്കണേ പ്രതി പ്രാർത്ഥിക്കുന്നു. ആ നിത്യരാജ്യത്തിന് അവകാശം തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണേ പ്രതി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയുടെ ദൈവമേ, ആമീൻ. ഇതിനായി ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.